വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് നോക്കിയാൽ ഇതിന്റെ എല്ലാ ആകത്തുക ഇത്രേ ഉള്ളൂ. ആദ്യം ആദം ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവിശ്വാസം നിമിത്തമല്ലേ അവൻ നഷ്ടപ്പെട്ടു പോയത്. എന്താ ദൈവം പറഞ്ഞതിനെ അവൻ അവിശ്വസിച്ചു, സാത്താൻ പറഞ്ഞതിനെ വിശ്വസിച്ചു. അതുകൊണ്ട് അവൻ ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഒടുക്കത്തെ ആദമായിരിക്കുന്ന യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിലേക്ക് വീണ്ടും മടങ്ങി വന്ന് അവന് സമാധാനപ്പെടുക. ഇനിയിപ്പോ എനിക്ക് ദൈവത്തിന്റെ കോപമില്ല, ദൈവത്തിന്റെ പ്രതികാരം എൻ്റെ മേലില്ല. അതാ നമ്മൾ പറഞ്ഞ നമ്മുടെ സകല അനീതി അവൻ പോക്കിയിരിക്കുന്നു, എല്ലാ പാപങ്ങളും മായ്ച്ചു തന്നിരിക്കുന്നു. ആ ക്രിസ്തുവിന്റെ രക്തം അത്രമാത്രം പാപമോചനം തരുന്ന ശക്തമായിരിക്കുന്ന രക്തമാണ്. ഇപ്പൊ വിശ്വാസത്താൽ അല്ല ദൈവമായിട്ട് നീതീകരിക്കപ്പെടാൻ കഴിയുമോ? ഇല്ല. പാപമോചനമാണ് ദൈവത്തോട് നമ്മളെ ഇണക്കുന്നത്. വിശ്വാസത്താൽ പ്രവേശനമുണ്ട്. 5:2. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. യേശുക്രിസ്തു മൂലമാണ് ഈ കൃപയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. അവൻ വിശ്വസിച്ചു, നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചോ? അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറയാം, സ്നാനം പ്രവൃത്തിയല്ല. അപ്പൊ ഇവർ ഈ പ്രവൃത്തികൾ വെച്ചാൽ പ്രവൃത്തി കൂടാതെ അപ്പൊ പറയും സ്നാനം പ്രവൃത്തിയല്ലേ. സ്നാനം പ്രവൃത്തിയല്ല. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയെ പറ്റിയാണ് പറയുന്നത്, അല്ലാതെ സ്നാനം പ്രവൃത്തിയായിട്ട് വരത്തില്ല. അത് വിശ്വസിക്കുന്നവന്റെ ദൈവത്തിന് മുൻപിലുള്ള സമർപ്പണമാണ്.